ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവിൽ ബ്ലോഗ്സ് 25. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഓലക്കുട ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഓണമൊക്കെ അല്ലേ, നമുക്കൊരു ഓലക്കുട ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ നമുക്ക് മഹാബലിയുടെ ഓലക്കുട ഉണ്ടാക്കാം നോക്കാം. വളരെ ഈസി ആയിട്ട് ന്യൂസ് പേപ്പർ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പച്ചവെള്ളം വേണം, മൈദ വേണം. നമുക്ക് ആ വെള്ളത്തിലോട്ട് ന്യൂസ് പേപ്പർ ഒന്ന് മുക്കിയിട്ട് നല്ലണക്കാവണേ, ഒരു ലെയർ മാത്രം മതി. നല്ലണക്ക് നനച്ച് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കവർ ചെയ്യണം, ഫുള്ള് കവർ ചെയ്ത് വേണേ ഒട്ടിക്കാൻ. നല്ലണക്കൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മൈദ നിൽക്കാം. മൈദ എന്ന് പറയുമ്പോൾ അതും ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കണം. വലിയ ലൂസായിട്ടും അല്ല എങ്കിൽ ചെറിയ കട്ടിയും വേണം മൈദ കേട്ടോ. അങ്ങനെ അതിനെ നമുക്ക് ഒരു ലെയർ, ഫസ്റ്റിലത്തെ ലെയർ നമുക്ക് പച്ചവെള്ളം വെച്ച് ന്യൂസ് പേപ്പർ വെച്ച് ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഒട്ടിക്കുന്നത് ആ നനഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ മൈദ ഇട്ട് മൊത്തത്തിൽ കവർ നല്ലണക്കൊന്ന് തേച്ചതിന് ശേഷം സാധാ ന്യൂസ് പേപ്പർ ഒട്ടിക്കുക. നനയ്ക്കൊന്നും വേണ്ട, സാധാരണ ന്യൂസ് പേപ്പർ നല്ലണക്കൊന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഓരോ ലെയർ ഒട്ടിച്ചൊട്ടിച്ച് 10 ലെയർ ഒട്ടിക്കണം. എന്നാലേ നമ്മൾ നല്ലണക്ക് കട്ടിയായിട്ട് നമുക്ക് ഓലക്കുടയുടെ ഷേപ്പിന് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ മോൾഡ്, ഈ സിമൻറ്റ് ചട്ടിയുടെ മോൾഡ് ഉണ്ടാക്കി എടുക്കുവാണേ. ആ ഒരു ഷേപ്പിലല്ലേ ഓലക്കുട ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് 10 ലെയർ നല്ലണക്ക് മുകളിൽ മൈദ ഒട്ടിച്ച് മുകളിൽ പേപ്പർ കട്ട് ചെയ്ത് വേണേ ഒട്ടിക്കാൻ വേണ്ടി. പേപ്പർ ആദ്യം സൈഡിലെല്ലാം ഒട്ടിച്ച് പിന്നെ മുകളിൽ ഒട്ടിച്ച് അങ്ങനെ റൗണ്ട് ചെയ്ത് 10 ലെയർ ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം നല്ല കണക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം. ഒത്തിരി അങ്ങ് വെയിലത്ത് വെച്ച് ഉണക്കരുത്. ഏകദേശമൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്കല്ലാതെ വെക്കാം. കുറേ നേരം നമുക്ക് കുറേ വട്ടം നമ്മൾ വെയിലത്ത് വെച്ചാൽ അത് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ കുട റെഡിയാവാൻ സെറ്റായേ. ഞാനത് ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കുന്ന വീഡിയോ എടുക്കാൻ ഒത്തില്ലേ, പക്ഷെ നല്ല റെഡിയായിട്ട് നമുക്കത് കിട്ടി. അങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മുടെ തണുങ്ങുണ്ടല്ലോ, തണുങ്ങോല, അടയ്ക്കാ മരത്തിൻ്റെ, അതെല്ലാം ഒട്ടിച്ച് ഓരോ ലെയറായിട്ട് നമുക്ക് ഒട്ടിച്ച് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, ബുക്കൊക്കെ പൊതിയുന്ന ആ പേപ്പർ വെച്ച് ഒട്ടിക്കുവാണ് ചെയ്തത് ഞാൻ. അതാകുമ്പോൾ ഒരേ കളറാണ് ഏകദേശം. അങ്ങനെ അതിൻ്റെ പിടിക്ക് വേണ്ടി ഞാൻ ഒരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ പൈപ്പിൽ സെറ്റ് ചെയ്ത് അതിൽ നല്ലോണം ഒട്ടിച്ച് പേപ്പർ ഒട്ടിച്ച് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ഹാപ്പി ഓണം വെച്ച് പറയുവാണ്. ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. എങ്കിലൊക്കെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.